ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞെന്നറിയാം. പിന്നെ നമ്മൾ എടുത്ത് ചെയ്ത ഫോട്ടോസും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നതോടെ നമ്മൾ പോസ്റ്റ് ചെയ്യുവാണ്. മൈൻഡ് സെറ്റ് വന്നതോടെയല്ല, ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ ഫോണിൽ നിന്ന് ഇത്രയും വേഗം ഫോട്ടോസും വീഡിയോസും പോസ്റ്റ് ചെയ്യാനുള്ളത് പോസ്റ്റ് ചെയ്തിട്ട് ക്ലിയർ ഔട്ട് ചെയ്യുന്നതല്ല, എൻ്റെ ഫോണിന് സ്റ്റോറേജ് കുറഞ്ഞിരിക്കുക എന്നൊരു ഇൻഫർമേഷൻ തന്നപ്പോൾ ഇത്രയും വേഗം ചെയ്തേക്കാന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിത് വേറെ ഒന്നുമല്ല, ജാനുവരി 1 നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാണ്ട് ഫോർട്ട് കൊച്ചി പോയതാണ്. ഞാനും എൻ്റെ അനിയന്മാരും അനിയത്തിയൊക്കെ കൂടി നമ്മൾ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എൻ്റെ പുത്രൻ എൻ്റെ കൂടെ കയറില്ല, എൻ്റെ അടുത്തൂടെ കയറിയിട്ട് എങ്ങോട്ട് പോകുന്നുള്ള വലിയ ഭാഗത്ത് നമുക്ക് ടാറ്റ തന്നിട്ട് പോവുകയാണ്. വേറെ നല്ല നമ്മൾ അത്യാവശ്യം ഫുഡ് കഴിക്കാനായിട്ട് 2-3 ഷോപ്പുകളിൽ കയറിയായിരുന്നു. അത്യാവശ്യം നട്ടപ്പാതിരായതുകൊണ്ട് അവിടെ ചെന്നപ്പോഴേക്കും അവർ ആട്ടി ഇറക്കില്ല, പറഞ്ഞു ഫുഡ് ഇല്ല, ഫുഡ് തീർന്നു എന്ന് പറഞ്ഞാൽ ഷോപ്പ് ക്ലോസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി പോകുന്നായിരുന്നു. അതിനുശേഷം നമ്മൾ ഒരുപാട് അന്വേഷിച്ചു, ഗൂഗിളിലൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ കണ്ടെത്തിയ മീൻസ് ഇത് അവർക്ക് അറിയാമായിരുന്നു. പക്ഷെ നമ്മൾ എനിക്ക് മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് നമ്മൾ പോവാതിരിക്കുമായിരുന്നു. ലാസ്റ്റ് നമുക്ക് ഒന്നും മട്ടത്തിൽ ഭേദം എന്തെങ്കിലും കഴിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നതോടുകൂടി നമ്മൾ നേരെ ഫുഡ് ഹൗസിലേക്ക് പോയി. അത്യാവശ്യം നല്ലൊരു സ്ഥലമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്രൗഡായിരുന്നു, ആ ടൈമിൽ ഭയങ്കര തിരക്കായിരുന്നു. ഫുഡും അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. നമ്മൾ ഇത്ര ആൾക്കാർ കഴിച്ചിട്ട് എനിക്ക് അധികം ബഡ്ജറ്റായിട്ട് തോന്നിയില്ല. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ ഞാനധികം ബീഫ് കഴിക്കാത്ത ആളാണ്, എന്തായാലും എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീടുകളിലേക്കൊക്കെ പോയി. അപ്പം എൻ്റെ പുത്രൻ എൻ്റെ കൂടെ കയറുന്നില്ല, ഞങ്ങളുടെ കൂടെ വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ഇടിയമ്പകളൊക്കെ ആയിരുന്നു. പുള്ളിനായിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോവുകയാണ്. ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം 2 മണിയൊക്കെ ആയി. പോകുന്ന വഴിക്ക് ആൾ വഴക്കിട്ടിരിക്കുവാണ്, അനിയത്തിൻ്റെ കൂടെ പോകാതായാലും. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടതല്ലേ, കുറച്ച് പട്ട് ഷോ ആയിക്കോളാം എന്ന് വെച്ചാൽ എൻ്റെ നമ്മൾ പട്ട് ഷോ കാണിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു, ബൈ.